നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. മഴ പെയ്ത് കട്ട് ഷോട്ട് ചെയ്യപ്പെട്ട് 11 ഓവർ മാത്രമാക്കി ചുരുക്കിയ ഒരു മത്സരത്തിൽ മുംബൈക്ക് മേൽ സിക്സർ മഴ പെയ്യിച്ച് വിജയിച്ച് കയറിയതോടുകൂടി രാജസ്ഥാൻ റോയൽസ് ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ്. എന്താണ് രാജസ്ഥാന് സംഭവിച്ചിരിക്കുന്ന മാറ്റം? സഞ്ജു സാംസൺ അവിടെ വിട്ടു പോന്നതിന് ശേഷം തീർച്ചയായിട്ടും അവരുടെ ടീം വല്ലാത്ത രൂപത്തിൽ മാറിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പം നോക്കുക, നിങ്ങൾ ഈ സീസണിലെ നിലവിലെ ഓറഞ്ച് ക്യാപ്പ് ഹോൾഡർ ആരാണ്? യശസ്വി ജയ്സ്വാളാണ്. നിലവിലെ പർപ്പിൾ ക്യാപ്പ് ഹോൾഡർ ആരാണ്? രവി ബിഷ്ണോയിയാണ്. സോ റോയൽസ് ഫാമിലിയുടെ ഒരു ഡൊമിനൻസ് നമുക്കവിടെ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. വ്യത്യസ്ത താരങ്ങളാണ് ഈ 3 കളികളിലും മികവ് കാണിച്ചിരിക്കുന്നത്. നാന്ദ്രെ ബർഗർക്ക് പ്ലെയർ ഓഫ് ദി മാച്ച് കിട്ടി ആദ്യ കളിയിൽ CSKക്കെതിരെ. പിന്നെ രവി ബിഷ്ണോയിക്കായിരുന്നു രണ്ടാമത്തെ മത്സരത്തിൽ പ്ലെയർ ഓഫ് ദി മാച്ച്. ഇപ്പോൾ യശസ്വി ജയ്സ്വാളിന് പ്ലെയർ ഓഫ് ദി മാച്ച് ലഭിച്ചിരിക്കുന്നു. ഗുജറാത്ത് ടൈറ്റൻസിനെ, ചെന്നൈ സൂപ്പർ കിങ്സിനെ, മുംബൈ ഇന്ത്യൻസിനെ എല്ലാവരെയും പരാജയപ്പെടുത്തിക്കൊണ്ട് അവർ കുതിക്കുന്ന കാഴ്ച. ഇതിൻ്റെ ഫലമായിട്ട് പോയിന്റ് പട്ടികയിൽ അടിമുടി മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നതുകൂടി അറിയുക. അതായത് 1ാം സ്ഥാനത്തേക്ക് രാജസ്ഥാൻ റോയൽസ് കുതിക്കുന്നു. മുംബൈ ഇന്ത്യൻസ് വീണുപോയിരിക്കുന്നു. 6ാം സ്ഥാനത്ത് നിന്ന് അവരൊരു സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങിയിരിക്കുന്നു. മറ്റ് ടീമുകളുടെ കളികൾ കൂടി വരുമ്പോൾ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത തെളിയുകയാണ്. 3 കളിയിൽ നിന്ന് ഒരേ ഒരു വിജയമേ മുംബൈ ഇന്ത്യൻസിനുള്ളൂ. ഇന്നലത്തെ കളിക്ക് മുമ്പ് പഞ്ചാബ് കിങ്സ് ആണ് 3 കളി 5 പോയിന്റ്. ഒരു കളി മഴ പെയ്തു പോയിട്ട് അവരുടെ ഒരു പോയിന്റ് കുറഞ്ഞാണ്, ശരിയാണ്. എന്നാലും 5 പോയിന്റായിട്ട് അവർ ഒന്നാമത്. രാജസ്ഥാൻ റോയൽസ് 4 പോയിന്റുമായിട്ട് +2.23 നെറ്റ് റൺ റേറ്റിൽ 3ാം സ്ഥാനത്തായിരുന്നു. 2 കളി 4 പോയിന്റ്. RCB രണ്ടാമത്. 2 കളി 4 പോയിന്റ്. രാജസ്ഥാൻ റോയൽസ് മൂന്നാമത്. 2 കളി 4 പോയിന്റ്. ഡൽഹി ക്യാപിറ്റൽസ് 1.17 നെറ്റ് റൺ റേറ്റിൽ 4ാം സ്ഥാനത്ത്. ഈ ടോപ്പ് 4ൽ മാറ്റമുണ്ടായിരിക്കുന്നു. രാജസ്ഥാൻ റോയൽസ് ഇപ്പോൾ 6 പോയിന്റോടെ 1ാം സ്ഥാനത്ത്. പഞ്ചാബ് 5 പോയിന്റോടെ 2ാമത്. RCB 4 പോയിന്റോടെ 3ാമത്. ഡൽഹി ക്യാപിറ്റൽസ് 4 പോയിന്റോടെ 4ാമത്. അപ്പോൾ അവിടെ ഒരു മാറ്റം ഈ ഒരു വിജയത്തോടുകൂടി രാജസ്ഥാൻ റോയൽസ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. അവർ കുതിച്ചു പായുകയാണ്. അതേസമയം 5ാം സ്ഥാനത്തുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദ് അവിടെ തന്നെ തുടരുന്നു. 6ാം സ്ഥാനത്തുണ്ടായിരുന്ന മുംബൈ ഇന്ത്യൻസ് 2 കളി 2 പോയിന്റ് എന്നുള്ളത് 3 കളി 2 പോയിന്റ് എന്നായിരിക്കുന്നു. തുടർച്ചയായ 2ാമത്തെ പരാജയം. മികച്ച ടീം ഉണ്ടായിട്ടും അവർ പരാജയപ്പെടുന്നു. 3 കളി 1 വിജയം 2 തോൽവി 2 പോയിന്റ്. -0.71 നെറ്റ് റൺ റേറ്റിൽ അവർ 7ാം സ്ഥാനത്ത്. ലക്നൗ സൂപ്പർ ജയൻസ് 6ാം സ്ഥാനത്താണ്, 2 കളി 2 പോയിന്റ്. പിന്നെ KKR 8ാം സ്ഥാനത്ത്. ഗുജറാത്ത് ടൈറ്റൻസ് 9ാം സ്ഥാനത്ത്. സൂപ്പർ കിങ്സ്, ചെന്നൈ സൂപ്പർ കിങ്സ് 10ാം സ്ഥാനത്ത് തന്നെ തുടരുന്നത്. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതാണ് ഈ പോയിന്റ് പട്ടികയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റം. കൃത്യമായിട്ട് രാജസ്ഥാൻ റോയൽസിന് ഒരു ഡൊമിനൻസ്, അതായത് ഓറഞ്ച് ക്യാപ്പിലും പർപ്പിൾ ക്യാപ്പിലും ഒക്കെ നമ്മൾ കാണുന്നു. ഇത്തവണ ടീം വല്ലാത്ത രൂപത്തിൽ ഒരു സ്പിരിറ്റോട് കൂടി മുന്നോട്ട് പോകുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.